ഹലോ ഹലോ ആ എത്തിയോ? വളരെ വീടല്ലേ? ആ എടുത്ത സൈഡിൽ വീട്. എത്തി. ആ അതന്നെ. ഇത് ഷിനു സാറ്, പുതിയ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഹലോ ചേച്ചി. സാറേ, ആ കാണുന്നതാണ് സാറിൻ്റെ റൂം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് റൂം സാറിന് കിട്ടത്തില്ല, ഉറപ്പാ. ഓഹ്, റൂമിന്റെ അതേ അവസ്ഥയാണല്ലോ. ഈ ടാങ്ക് വൃത്തിയാക്കിയിട്ട് എത്ര കാലമായി? സത്യം പറ. സാറേ, റൂമും ടാങ്കും ക്ലീൻ ചെയ്യാൻ കേട്ടാ. സാറേ വെള്ളം കുടിച്ചാട്ടെ. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണോ? തെളിപ്പിക്കാനോ? എന്റെ പൊന്നെ സാറേ, ഈ വെള്ളം ഉണ്ടല്ലോ നല്ല തെളിനീര് പോലത്തെ വെള്ളം. അതെ, ആ കുടിച്ചു നോക്ക് സാറേ. വേണ്ട, ഞാൻ കുടിക്കാറില്ല. ഒന്ന് മാറിക്ക്. ഇത്തിരി ഹൈജീനിക്കാണെന്ന് തോന്നുന്നു. ഇതാണോ തെളിനീര് പോലത്തെ വെള്ളം? ഈ കിണർ വൃത്തിയാക്കാറില്ല അല്ലേ? അങ്ങനെ അത് വഴിയില്ലല്ലോ. ലോനപ്പൻ ചേട്ടാ, ഓ കിണറിനടുത്താണോ സെപ്റ്റി ടാങ്ക് പണിയുന്നേ? ഷേടാ, ഇതാണോടോ പഞ്ചായത്തിലെ ബെസ്റ്റ് വീട്? മറിക്കെ എന്താ ഇത് ലോനപ്പൻ ചേട്ടാ? ഞാൻ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ അല്ലേ ചോദിച്ചേ? ഇതൊട്ടും ഹൈജീനിക് അല്ല. ചേച്ചി, നമ്മുടെ വീട്ടിലെ ഈ കുടിവെള്ള സ്രോതസ്സുകളും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിലേ ദേ ഏത് നിമിഷവും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തന്നെ ഈ ജലജന്യ രോഗങ്ങളുണ്ട് ചേച്ചി. അതായത് കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, വയറിളക്കം, എന്തിന് മലിനജലത്തിലൂടെ എലിപ്പനി വരെ പിടിപെടാം. ചേച്ചി ഒന്ന് സൂക്ഷിച്ചോ. ഇങ്ങനെയല്ലേ സാറേ? ഓക്കെ അല്ലേ? അതെ, സൂപ്പർ. അങ്ങനെ ആ പിന്നെ നമ്മുടെ കൈകൾ വൃത്തിയായി സോപ്പിട്ട് കഴിയാലേ ഒത്തിരി രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും. ഇത് കണ്ടില്ലേ, ചേച്ചി ഇപ്പൊ സേഫാ.